എല്ലാ മതങ്ങളെയും വിഷങ്ങളെയും കമ്മ്യൂണിസത്തെയും ലോകം മുഴുവൻ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ കമ്മ്യൂണിസത്തെയും സ്വീകരിച്ച ആ ഹിന്ദുവിന്റെ ഒരൊറ്റ വിശ്വാസം, ഭാരതമാതാക്ക് ജയിൽ ബിനോയ് വിശ്വം വിളിച്ചു കൊടുക്കുന്ന ഞാൻ കണ്ടത് ഭാരതമാതാവിനെ പൂജിച്ചുകൊണ്ട് ബഹുമാനായി ഗവർണർ അല്പം പുഷ്പം അർപ്പിച്ചപ്പോഴാണ്. അതുവരെ അദ്ദേഹത്തിന് ഭാരതം മാതാവുമായിരുന്നില്ല, പിതാവുമായിരുന്നില്ല. അമ്പലം എന്നത് ചുമരിലെ, വിഗ്രഹം എന്നത് കല്ലല്ലേ എന്ന് വിളിച്ച സഭാക്കൾ അമ്പല കമ്മിറ്റിയുടെ പ്രസിഡന്റാകുമ്പോൾ ഓടി നടക്കുന്നില്ലേ? നാളെ നമ്മുടെ ലക്ഷ്യം ഇതേ കൊടിയും പിടിച്ചുകൊണ്ട് ബിനോയ് വിശ്വത്തെ നടത്തിക്കുക എന്നത് കൂടിയായിരിക്കണം. ഹിന്ദുക്കൾ കമ്മ്യൂണിസത്തെ വളർത്തിയത് പട്ടിയെ വീട്ടിന്റെ ഉള്ളിൽ വളർത്തിയത് പോലെയാണ്. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസത്തെ വളർത്തിയത് പുറത്തെ അവിടെ കെട്ടിവെച്ച പട്ടിയെ പോലെയാണ്. അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിരന്തരം ശബ്ദിച്ചുകൊണ്ടേയിരിക്കും. ഒരു കാലത്തിൽ മതപരമായ കാര്യങ്ങൾ ഇടപെടില്ല. പക്ഷേ ശബരിമല തകർക്കുവാൻ പിണറായി ടീം ഉണ്ടാവും. അകത്ത് വളർത്തിയ പട്ടിയെ പോലെ. സരസ്വതി ദേവി വരച്ചാൽ ഉടുതുണിയില്ല, ഭാരതമാതാവിനെ വരയ്ക്കുമ്പോൾ ഉടുതുണിയില്ല. 5 വയസ്സുള്ള ഒരു കുട്ടി കുറച്ച് വെള്ളമെടുത്ത് നല്ല പഠിപ്പിച്ച അധ്യാപകരുടെ പാദങ്ങളിൽ പൂജ നടത്തിയ കുട്ടികളെ കൊണ്ട് അധ്യാപകന്റെ കാലിൽ കഴിയുന്നു. ഭാരത മാതാവെന്ന കാഴ്ചപ്പാട്, ഭൂമി മാതാവെന്ന കാഴ്ചപ്പാട്, കടലമ്മ എന്ന കാഴ്ചപ്പാട്, ഗംഗാ മാതാവെന്ന കാഴ്ചപ്പാട് ഇനി ആർക്ക് മനസ്സിലായാലും ഒട്ടും മനസ്സിലാവില്ല നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടിക്ക്. അത് അയാൾക്ക് ഗതികേടുകൊണ്ടിരിക്കും. അധ്യക്ഷൻ, കേരള നവോത്ഥാനത്തിന്റെ ഈ വർത്തമാന കാലഘട്ടത്തിലെ ജ്വലിക്കുന്ന സൂര്യനെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കുമ്മനം രാജേട്ടൻ, കേരള NGO സംഘിന്റെ പ്രിയ കുടുംബാംഗങ്ങളെ ഏവർക്കും സാദര നമസ്കാരം. NGO സംഘ്, ഭാരതീയ മസ്ദൂർ സംഘ്, ഇങ്ങനെ കുറെ സംഘുകൾ എന്ന് പറയുമ്പോൾ ഇതിന് RSSുമായിട്ട് വല്ല ബന്ധമുണ്ടോ എന്ന് ചില ആളുകൾ ചോദിക്കും. കാരണം സംഘം വരുന്നതെല്ലാം RSS ആണ്. ഒരാദർശത്തിന്റെ പേരിൽ ഒന്നിപ്പിക്കപ്പെട്ട ജനതയെ സംഘടന എന്നും ആവശ്യത്തിന്റെ പേരിൽ ഒന്നിപ്പിക്കപ്പെട്ട ആളുകളെ ജനക്കൂട്ടം എന്നുമാണ് പറയപ്പെടുന്നത്. ഒരാദർശത്തിന്റെ പേരിൽ ഒന്നിപ്പിച്ചു എന്നതുകൊണ്ടാണ് ഇത്രയും ആളുകൾ ഒന്നിച്ചിരിക്കുന്നതും ഒന്നിച്ച് ചിന്തിക്കുന്നതും. 47ാമത് സംസ്ഥാന സമ്മേളനം ഇനി അടുത്ത വർഷം നടക്കുമ്പോൾ എങ്ങനെയായിരിക്കണം എന്ന ഒരു വിഷൻ നമ്മുടെ മുന്നിൽ പ്രിയപ്പെട്ട രാജേട്ടൻ വെച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഒരു ആഴ്ച മുമ്പ് ഒരു ചാനൽ ചർച്ചയിൽ ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞു, 100 കൊല്ലത്തിനിടയിൽ പിളരാത്തൊരു സംഘടനയുണ്ട്, അതാണ് RSS എന്ന്. അദ്ദേഹത്തിന് സങ്കടമുണ്ടോ സന്തോഷമുണ്ടാണോ പറഞ്ഞതെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും 100 കൊല്ലമായിട്ട് പിളർന്നിട്ടില്ല. അതിന് 101ാമത്തെ വർഷം പിളരുമോ ഇല്ലയോ എന്ന് അദ്ദേഹം കാത്തുനിന്ന് കണ്ടിരിക്കാം. പക്ഷേ പരംപൂജനീയ ഡോക്ടർ ജി RSSന്റെ സ്ഥാപകൻ പറയുന്നു, RSSന്റെ 100ാം വാർഷികം 200ാം വാർഷികം ആഘോഷിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്തുകൊണ്ടാണ് ഒരു സംഘടന നമുക്ക് വേണ്ടി വന്നത്? 1922 കാലഘട്ടത്തിൽ നാഗപ്പൂർ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷനായിരുന്ന ഡോക്ടർ ജി അന്ന് കോൺഗ്രസുകാർ ചിന്തിച്ചു, മഹാത്മാഗാന്ധി ചിന്തിച്ചു, എങ്ങനെയെങ്കിലും സായിപ്പിനെ പുറത്താക്കണം. ഡോക്ടർ ജി ചിന്തിച്ചു, ഇവർ എങ്ങനെയാണ് അകത്ത് കയറിയത്? പുറത്താക്കേണ്ടി വന്നത് അകത്ത് കയറിയത് കൊണ്ടാണ്. വിഷപ്പാമ്പുകൾ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ തല്ലിക്കൊല്ലുവാൻ എളുപ്പമായിരിക്കാം, പക്ഷേ കടന്നു വരുന്ന വഴിയൊന്ന് ബ്ലോക്ക് ചെയ്താൽ ഒരിക്കലും പാമ്പുകൾ ഉള്ളിലേക്ക് കടക്കില്ല. അതുകൊണ്ട് തന്നെ 60,000 ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ 30 കോടി ജനങ്ങൾക്ക് മുകളിൽ ആധിപത്യം സ്ഥാപിക്കുവാൻ കഴിഞ്ഞത് എങ്ങനെ? എന്റെ രാജ്യത്തിന്റെ 16ൽ ഒരു വലിപ്പമുള്ള ബ്രിട്ടന് ഈ രാജ്യത്തെ അടക്കി ഭരിക്കുവാൻ കഴിഞ്ഞത് എങ്ങനെ? ഈ ചോദ്യം നിരന്തരം ചോദിച്ച പരംപൂജനീയ ഡോക്ടർ ജി കണ്ടെത്തിയ ഉത്തരത്തിന്റെ പേരാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം അഥവാ RSS. 1925 നാഗപ്പൂരിൽ നമ്മുടെ സംഘം ഉണ്ടാകുമ്പോൾ RSSന്റെ കാഴ്ചപ്പാടുകളോടൊന്ന് കൃത്യമായി വിശദീകരിക്കപ്പെട്ടു. വ്യക്തി നിർമ്മാണത്തിലൂടെ രാഷ്ട്രത്തിന്റെ വൈഭവം. RSSന്റെ പ്രാർത്ഥനയിലെ ഒരു വരി ഇതാണ്, പരം വൈഭവം സ്വരാഷ്ട്രം, എന്റെ രാഷ്ട്രത്തിന്റെ സർവതോന്മുഖമായ ഉന്നതി. അതെങ്ങനെ സാധ്യമാകും? വിധായസ്യ ധർമ്മസ്യ സംരക്ഷണം. ഈ ധർമ്മത്തെ സംരക്ഷിച്ചുകൊണ്ട് എന്റെ രാഷ്ട്രത്തിന്റെ സർവതോന്മുഖമായ ഉന്നതി. ഭാരതത്തിന്റെ സർവതോന്മുഖമായ ഉന്നതി എന്ന് പറയുമ്പോൾ അത് വസുദൈവ കുടുംബകം എന്നുള്ളതാണ്. ഈ ലോകത്തിന്റെ ശാശ്വതമായ സമാധാനം. കൃണ്ണന്തോ വിശ്വമാര്യം അമൃതസ്യ പുത്ര. ഈ ലോകത്തെ കീഴ്പ്പെടുത്തുവാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ലാത്ത ഒരു സംസ്കാരം.
ഒരുപാട് ശക്തിശാലികളായ രാജാക്കന്മാർ ഒരുപാട് സഹസ്രാബ്ദങ്ങൾ ഈ നാട് ഭരിച്ചപ്പോഴും ഹിന്ദുധർമ്മത്തെ പ്രചരിപ്പിക്കാൻ വേണ്ടി ഒരാളെയും ആക്രമിക്കാത്തൊരു സംസ്കാരം, ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിച്ച സംസ്കാരം. പക്ഷേ ആ സംസ്കാരത്തിൽ ഒരുപാട് അപകടങ്ങൾ വന്നു ചേർന്നു. നമ്മുടെ രാഷ്ട്രീയക്കാരെ സ്റ്റേജിൽ കയറിയാൽ പറയുന്ന ഒരു വാക്കുണ്ട്, ഇവിടെ മുസ്ലിമും ക്രിസ്ത്യാനിയും ജൂതനും പാഴ്സിയും ഹിന്ദുക്കളെല്ലാം ഒന്നായിട്ട് ഇങ്ങനെ ജീവിക്കുവാനുള്ള കാരണം ഇവിടെ ഒരു ഭരണഘടന ഉള്ളത് കൊണ്ടാണ്. എപ്പോഴാണ് ഭരണഘടന ഉണ്ടായത്? 1950 ജനുവരി 26. അപ്പൊ അതിനുശേഷമാണ് ഇവിടെ മുസ്ലിം വന്നത്, അതിനുശേഷമായിരുന്നു ഇവിടെ ക്രിസ്ത്യാനി വന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മാലിക് ദീനും കൂട്ടരും ഇസ്ലാം മതവുമായി ഭാരതത്തിൽ വന്നപ്പോൾ അവരെ സ്വീകരിച്ച് അവർക്ക് പള്ളി പണിതു കൊടുത്തവരാണ് ഹിന്ദു. സെന്റ് തോമസും കൂട്ടരും ക്രിസ്തുമതമായി വന്നപ്പോൾ അവരെ സ്വീകരിച്ച് അവർക്ക് ചർച്ച് പണിതു കൊടുത്തവരാണ് ഹിന്ദു. ലോകം മുഴുവൻ ജൂതന്മാരെ വേട്ടയാടിക്കുന്ന സമയത്ത് മുംബൈയിലും കൊൽക്കത്തയിലും കൊച്ചിയിലും അവർക്ക് കോളനികൾ പണിതു കൊടുത്തവരാണ് ഹിന്ദു. കഴിഞ്ഞ 65 വർഷക്കാലമായിട്ട് ഹിന്ദുവിനിട്ട് പണി തന്നുകൊണ്ടേയിരിക്കുന്ന ഹിന്ദുവിനെ, കമ്മ്യൂണിസ്റ്റുകാരനെ അധികാരത്തിലെത്തിയവനാണ് ഹിന്ദു എന്നറിയണം. അതിന് ഹിന്ദുവിനൊരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടന ഇങ്ങനെയാണ്: ആകാശാത് പതിതം തോയം യഥാ ഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി. വെന്നിൽ നിന്ന് മണ്ണിലേക്ക് പതിക്കുന്ന കോടാനുകോടി മഴത്തുള്ളികൾ എങ്ങനെ അരുവിയിലൂടെ നദിയിലൂടെ ഒഴുകി ഏകമാകുന്ന സാഗരത്തിൽ എത്തിച്ചേരുന്നുവോ, സർവദേവ നമസ്കാരം, നിങ്ങൾ ഏത് ദൈവത്തെ വേണമെങ്കിലും നമസ്കരിച്ചോളൂ, കേശവം പ്രതിഗച്ഛതി, ഒടുവിൽ ഏകമാകുന്ന ഈശ്വരനിൽ വന്നു പതിക്കുമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇസ്ലാമിനെ, ക്രിസ്ത്യാനിയെ, ജൂതനെ, പാഴ്സിയെ, മതമുള്ളവനെ ഇല്ലാത്തവനെ എല്ലാം സ്വീകരിക്കുവാൻ ഈ സംസ്കാരത്തിന് കഴിഞ്ഞത്. ഈശ്വര വിശ്വാസിയായ വാൽമീകിയെ ഹിന്ദുക്കൾ വിളിച്ചു വാൽമീകി മഹർഷി എന്ന്. ആയുർവേദം എന്ന ശാസ്ത്രഗ്രന്ഥമേതിയ ചരകനെ ഹിന്ദുക്കൾ വിളിച്ചു ചരക മഹർഷി എന്ന്. കാമശാസ്ത്രമേതിയ വാത്സ്യാനെയും മഹർഷി എന്ന് വിളിച്ച ഹിന്ദു നിരീശ്വരവാദിയായ ചാർവാകനെയും വിളിച്ചത് മഹർഷി എന്നാണ്. ദൈവമുണ്ടെന്ന് പറഞ്ഞയാളും ദൈവമില്ലെന്ന് പറഞ്ഞയാളെയും മഹർഷി എന്ന് വിളിച്ച് ആദരിച്ച ഈ സംസ്കാരത്തെ അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കുവാൻ ഇവിടെ ഒരു സംഘടനയുണ്ടാകണം എന്ന് 100 വർഷം മുമ്പ് ദീർഘവീക്ഷണത്തോടുകൂടി പരംപൂജനീയ ഡോക്ടർ ജി കാഴ്ചപ്പാട് രൂപപ്പെടുത്തിയപ്പോൾ രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന സംഘടനയ്ക്ക് നാമകരണം ചെയ്തു. എന്റെ രാഷ്ട്രത്തിനു വേണ്ടി ഒന്നും ഇങ്ങോട്ട് പ്രതീക്ഷിക്കാതെ സ്വയം സമർപ്പിതമായ ജീവിതത്തെ രൂപപ്പെടുത്തുന്ന വ്യക്തികളുടെ കൂട്ടായ്മ, അതാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം. ആരാണ് ഒരു സ്വയം സേവകൻ? ഏറ്റവും നല്ല ഹിന്ദുവാണ് ഒരു സ്വയം സേവകൻ. ആരാണ് ഒരു നല്ല ഹിന്ദു? ആ സിന്ധോ സിന്ധു പര്യന്താമസ്യ ഭാരത ഭൂമിക മാതൃഭൂ പിതൃഭൂശ്ചൈവ നാമ ഹിന്ദു രിതിസ്മൃത എന്ന് നമ്മുടെ പുരാണങ്ങൾ ഹിന്ദുവിന് നിർവചനം കൊടുത്തിരിക്കുന്നു. ആരാണ് ഹിന്ദു? ശങ്കരന്റെയും നാരായണന്റെയും മകനായി ജനിച്ചവരാണോ ഹിന്ദു? ഹിമാലയം മുതൽ കന്യാകുമാരി വരെ, കച്ച് മുതൽ കാമരൂപം വരെയുള്ള ഈ ഭാരത ഭൂമിയെ മാതൃഭൂമിയും പിതൃഭൂമിയും പുണ്യഭൂമിയും മോക്ഷഭൂമിയുമായി കണ്ടുകരുതി ആദരിക്കുവാനും ബഹുമാനിക്കുവാനും കഴിവുള്ളവൻ ആരോ അവന്റെ പേരാണ് ഹിന്ദു. നമ്മുടെ NGOs എങ്കിൽ ഒത്തിരി ക്രൈസ്തവ സഹോദരന്മാരുണ്ട്, ഒരുപാട് മുസ്ലിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. നമുക്കവിടെ മതം വിഷയമല്ല. നേരത്തെ രാജേട്ടൻ പറഞ്ഞതുപോലെ നേഷൻ ഫസ്റ്റ്, രാഷ്ട്രമാദ്യം, രാഷ്ട്രീയം മറ്റു പലതുമെല്ലാം രണ്ടാമത് എന്ന് പറയുന്ന വ്യക്തിയെ നിർമ്മിച്ചെടുക്കുവാൻ വേണ്ടിയുള്ള കർമ്മ പദ്ധതിയുടെ പേരാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രാർത്ഥനയിൽ ഒന്നാമത്തെ വരി ഇങ്ങനെയാണ്: നമസ്തേ സദാ വത്സലേ മാതൃഭൂമി. എപ്പോഴും നമസ്കാരം വാത്സല്യവതിയായ എന്റെ മാതൃഭൂമി. ഈ മണ്ണിന്റെ അമ്മയാണ്. ഭാരതമാതാവിന്റെ ഫോട്ടോ കാണുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് എന്തുകൊണ്ടാണ് അസ്വസ്ഥത ഉണ്ടാകുന്നത്? ഭാരതം നമ്മെ പഠിപ്പിച്ചൊരു പാഠമുണ്ട്, സ്ത്രീക്ക് അനേക ഭാവങ്ങളുണ്ട്. അതിലേറ്റവും ശ്രേഷ്ഠമായ ഭാവമാണ് അമ്മ എന്ന ഭാവം. VS ഗണ്ടേക്കർ അമ്മയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്: 1000 നദികൾ ഒഴുകിച്ചേർന്നാലും വേലിയേറ്റങ്ങളില്ലാതെ എല്ലാം തന്നിൽ തന്നെ ഒതുക്കുന്ന മഹാസമുദ്രങ്ങളെ പോലെയാകുന്നു അമ്മ. എത്ര വലിയ കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായാലും എല്ലാം തന്നിൽ തന്നെ ഒതുക്കി ഒട്ടും തുളുമ്പാത്ത പരമമായ സഹനശക്തിയുടെ അവതാരമായി നിലകൊള്ളുന്നവളാണ് അമ്മ. മലമൂത്ര വിസർജാദികൾ കൊണ്ട് നാം അഭിഷേകം ചെയ്തപ്പോഴും മധുസമാന മനോഭാവവൃത്തിക്കുടമയായവൾ അവൾ അമ്മ. 10 മാസം ധരിച്ച ധരിത്രിയാണവൾ, ജനിപ്പിച്ച ജനനിയാണവൾ. അതുകൊണ്ട് ഭാരതം പറഞ്ഞു, ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, ജനനി ജന്മഭൂമി സ്വർഗാവതി ഗരീയസി. ജനിച്ച നാടും
പെറ്റമ്മയും സ്വർഗത്തേക്കാൾ മഹത്തരമെന്ന് പറഞ്ഞ ആ രാമൻ പിറന്ന മണ്ണിനെ സംരക്ഷിക്കുക. എല്ലാ ദിവസവും നെഞ്ചിൽ കൈവച്ച് RSSകാരൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, നമസ്തേ സദാ, എപ്പോഴും നമസ്കാരം. ആർക്ക്? വാത്സല്യവതിയായ എന്റെ മാതൃഭൂമിക്ക്. ഈ മണ്ണിന്റെ അമ്മയാണ്. വെള്ളം കിട്ടാത്ത ലോകത്തെ കുറിച്ച് ചിന്തിക്കുവാൻ സാധ്യമല്ലാത്തത് കൊണ്ട് വെള്ളം കിട്ടുന്ന സകല സ്രോതസ്സുകളെയും ഹിന്ദുക്കൾ അമ്മയായി കണ്ടു. കടലിനെ കടലമ്മ എന്ന് വിളിച്ചു, ഗംഗയെ ഗംഗാമാതാവ് എന്ന് വിളിച്ചു. നാം ജനിച്ചതും ജീവിക്കുന്നതും മരിച്ചാൽ ചേരുന്നതും ഈ മണ്ണിലായതുകൊണ്ട് ഈ മണ്ണിനെ മഞ്ഞും മലയും മരുഭൂമിയും പറഞ്ഞ് വെറും ഒരു കരയായി ഭാരതം കണ്ടില്ല. മാതാഭൂമി പുത്രോഹം പ്രതിവ്യ, ഈ മണ്ണിന്റെ അമ്മയാണ് ഞാൻ, ഈ മണ്ണിന്റെ മകനാണെന്ന് പഠിപ്പിച്ചു തന്നു ഭാരതം. അമ്മയുടെ മുലപ്പാലിപ്പം നാം കുടിച്ചു വളർന്ന പാല് പശുവിൻ്റെതായതുകൊണ്ട് ഭാരതം പശുവിന് അമ്മയുടെ സ്ഥാനം നൽകി, ഗോമാതാവ്. അപ്പോഴാണ് നമ്മുടെ നാട്ടിലെ DYFIക്കാരന്റെ പ്രശ്നം, അവര് ബീഫെസ്റ്റ് നടത്തിയേ മതിയാവുള്ളൂ. എല്ലാ മതങ്ങളെയും വിഷങ്ങളെയും കമ്മ്യൂണിസത്തെയും ലോകം മുഴുവൻ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ കമ്മ്യൂണിസത്തെയും സ്വീകരിച്ച ആ ഹിന്ദുവിന്റെ ഒരൊറ്റ വിശ്വാസം, അനേക മൃഗങ്ങളുണ്ടെങ്കിലും ഗോവിനെ അമ്മയായി കണ്ടുകരുതി ആരാധിക്കുന്ന ഭഗവാൻ മഹാവിഷ്ണുവിന്റെ 9ാമത്തെ അവതാരത്തിന്റെ പേര് ഗോപാലൻ എന്ന് കൊടുത്ത ഈ മണ്ണിൽ പശുവിനെ അമ്മയായി കണ്ടുകരുതി ഞങ്ങൾ ആരാധിക്കുന്നു, അതിനെ കൊന്നു നിന്നാതിരിക്കൂ എന്ന് പറയുമ്പോൾ ബീഫെസ്റ്റ് നടത്തിയേ മതിയാകൂ എന്ന് വാശി പിടിക്കുന്നവർ ജീവിക്കുന്ന ഒരു നാട് കൂടിയാണ് നിർഭാഗ്യവശാൽ നമ്മുടെ കേരളം. അപ്പോഴാണ് ഹിന്ദുവിന്റെ വിശാലമായ ഒരു കാഴ്ചപ്പാട്, ഭാരത മാതാവെന്ന കാഴ്ചപ്പാട്, ഭൂമി മാതാവെന്ന കാഴ്ചപ്പാട്, കടലമ്മ എന്ന കാഴ്ചപ്പാട്, ഗംഗാ മാതാവെന്ന കാഴ്ചപ്പാട് ഇനി ആർക്ക് മനസ്സിലായാലും ഒട്ടും മനസ്സിലാവില്ല നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടിക്ക്. അത് അയാളുടെ ഗതികേടുകൊണ്ടായിരിക്കും. മാതാവെന്നൊരു സങ്കല്പമുണ്ട്. ആ സങ്കല്പത്തിൽ ഭാരതത്തെ കണ്ടുകരുതി ആരാധിക്കുമ്പോൾ ആ മാതാവിന്റെ കയ്യിൽ ഒരു കാവിക്കൊടിയുണ്ട്. ഓരോ നിറങ്ങൾക്ക് ഓരോ പ്രതീകങ്ങളാണ്. വെള്ള കണ്ടാൽ സമാധാനം, കറുപ്പ് ദുഃഖം, ചുവപ്പ് അപകടമെങ്കിൽ കാവിത്യാഗത്തിന്റെ പ്രതീകമാണ്. എല്ലാം ഉണ്ടായിരുന്നിട്ട് എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ ബുദ്ധന്റെ നാട്. കമ്മ്യൂണിസത്തിന്റെ കാഴ്ചപ്പാടിൽ ലോകത്ത് 2 ജനതയേ ഉള്ളൂ, ഉള്ളവനും ഇല്ലാത്തവനും. ഇവിടെ 3ാമതൊരു ജനതയുണ്ടായിരുന്നു, ഉണ്ടായിരുന്നിട്ട് വേണ്ടാത്തവർ. അങ്ങനെയുള്ള മഹാത്യാഗികൾ ഉടുത്ത വസ്ത്രത്തിന്റെ നിറമായിരുന്നു കാവി. ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഭാരതത്തിന്റെ ഓരോ മഹാക്ഷേത്രത്തിന്റെ ഗോപുരങ്ങളിലും പാറിക്കളിച്ച ത്യാഗത്തിന്റെ പ്രതീകമായ ആ കാവ്യ വൈജയന്തി ഏന്തിയ ഭാരതമാതാവിനെ കാണുമ്പോൾ നമ്മുടെ മന്ത്രിമാർക്ക്, നമ്മുടെ പ്രതിപക്ഷ നേതാവിനെല്ലാം അസ്വസ്ഥതയുണ്ടാകുന്നത് അവർ എന്നും എക്കാലത്തും അവരുടെ നിലപാടുകൾ ഈ രാഷ്ട്രത്തിന് വിരുദ്ധമായിരുന്നു. അവർ ഓപ്പറേഷൻ സിന്ദൂർ നടന്നാൽ തെളിവ് കൊടുക്കണം. ബോംബിടുന്നതിന്റെ തെളിവ് രാഹുൽ ഗാന്ധിക്ക് കിട്ടിയാൽ മാത്രമേ രാഹുൽ ഗാന്ധി ഇത് വിശ്വസിക്കൂ എന്ന് പറയുന്ന നിർഭാഗ്യം നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുകയാണ്. അപ്പോഴാണ് നമ്മുടെ സങ്കല്പങ്ങൾ, നമസ്തേ സദാ വത്സലേ മാതൃഭൂമേ, ഈ മണ്ണിന്റെ അമ്മയാണ് എന്റെ അമ്മയ്ക്ക് സദാ നമസ്കാരം. 2ാമത്തെ വരിയിൽ ആ പ്രശ്നം മുഴുവൻ കിടക്കുന്നത്. ഹിന്ദുഭൂമേ സുഖം വർദ്ധിതോഹം, അല്ലയോ ഹിന്ദുഭൂമേ നീ ഞങ്ങളെ സുഖമായി വളർത്തി. 20 കോടിയോളം മുസ്ലിങ്ങളും 6 കോടി ക്രിസ്ത്യാനികളും ജൂതനും പാഴ്സിയും ജീവിക്കുന്ന ഈ മണ്ണിൽ നോക്കി RSSകാരൻ പറയുന്നു ഇത് ഹിന്ദു രാഷ്ട്രമാണ്. അപ്പൊ മുസ്ലിങ്ങൾ എവിടെ പോകും? ക്രിസ്ത്യാനികൾ എവിടെ പോകും? ഇതൊക്കെയാണ് കമ്മ്യൂണിസ്റ്റുകാരും പോപ്പുലർ ഫ്രണ്ടുകാരും പറയുന്നത്. അപ്പോഴാണ് ആരാണ് ഹിന്ദു? ഈ മണ്ണിന് 3 പേരുകളുണ്ട്. അശൂന്യമായ ഇന്ത്യ, ഭാത്തിൽ രമിക്കുന്നത് ഭാരതം, പ്രകാശത്തിൽ രമിക്കുന്നത് ഭാരതം. 3 ഹിന്ദുസ്ഥാൻ. ഏതാണ് ഹിന്ദുസ്ഥാൻ? ഹിമാലയം സമാരഭ്യ യാതബിന്ദു സരോവരം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രദക്ഷതേ. വടക്ക് ഹിമാലയത്തിൽ നിന്നും ആരംഭിച്ച് സിന്ധു മഹാസാഗരം വരെ ദേവനാൽ നിർമ്മിക്കപ്പെട്ട അതിമനോഹരമായ ഒരു ഭൂപ്രദേശം. ആ മണ്ണിന്റെ പേര് ഹിന്ദുസ്ഥാൻ. ഹിന്ദുസ്ഥാൻ പെട്രോളിയം, പെട്രോളിയം HMD, ഹിന്ദുസ്ഥാൻ മെഷീൻസ് ആൻഡ് ടൂൾസ്, HBC, ഹിന്ദുസ്ഥാൻ ബിസിനസ് കോർപ്പറേഷൻ. അബ്ദുൾ സമദ് സമദാനി ലീഗിന്റെ നേതാവാണ്. പക്ഷെ മാതൃഭൂമിയിൽ ലേഖന പരമ്പരകൾ എഴുതിയിരുന്നു ഹിന്ദുസ്ഥാൻ ഹമാര. അപ്പൊ RSS പറയുന്നു ത്വയാ ഹിന്ദുഭൂമി, അല്ലയോ ഹിന്ദുഭൂമി സുഖം വർദ്ധിതോഹം, നീ ഞങ്ങളെ സുഖമായി വളർത്തി. നമ്മളെ പോലെ സുഖമുള്ള ഒരു ജനത ആകാശത്തിരിയിൽ എവിടെയാ? അമ്പലത്തിൽ പോകുന്നവർ ഹിന്ദുവാണ്, പോകാത്തവർ ഹിന്ദുവാണ്. മതം നമുക്ക് ഒരിക്കലും ഒരു ബാധ്യതയില്ല. സ്ത്രീക്കും പുരുഷനും ഇങ്ങനെ ഒന്നിച്ചിരിക്കാം. ഞങ്ങളുടെ നാട്ടിൽ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് സൗത്തിൽ ഒരു മുസ്ലിം സ്ത്രീ മത്സരിച്ചു. വനിതാ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി ഒരു വനിത മത്സരിച്ചു.
പത്രത്തിൽ വെള്ളക്കാക്ഷരത്തിൽ വാർത്ത വന്നു, സ്ത്രീ മത്സരിക്കുന്നേ എന്ന്. മുസ്ലിം സ്ത്രീക്ക് MLA സ്ഥാനാർത്ഥിയായി മത്സരിച്ചാൽ വാർത്ത വരുന്നതിന്റെ കാരണം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു സ്ത്രീ MLA ആയിട്ടില്ല, MP ആയിട്ടില്ല, മന്ത്രിയായിട്ടില്ല എങ്കിൽ ഹിന്ദു സ്ത്രീകൾക്ക് രാഷ്ട്രപതിയാകാം, പ്രധാനമന്ത്രിയാകാം, രാജ്യരക്ഷാ മന്ത്രിയാകാം. ഭാരതം സ്ത്രീയായി പോയി എന്നതുകൊണ്ട് ഒരിക്കലും താഴെ കണ്ടിട്ടില്ല. എവിടെ സ്ത്രീ പൂജിക്കപ്പെടുന്നുവോ അവിടെ ദേവതമാർ സന്തോഷിക്കപ്പെടുന്നു എന്ന് പറഞ്ഞ നമ്മൾ സീതാരാമനെന്നും രാധാകൃഷ്ണനെന്നും പാർവതി പരമേശ്വരനെന്നും ഉമാമഹേശ്വരനെന്നും ലക്ഷ്മി നാരായണനെന്നും അഭിസംബോധന ചെയ്തു. പക്ഷെ നമ്മുടെ ട്രംപിന്റെ അമേരിക്ക പറഞ്ഞത് മിസിസ് ട്രംപ് എന്നാണ്. ട്രംപിന്റെ ഭാര്യയുടെ പേരെന്താ അറിയില്ല. ട്രംപിന്റെ പേര് അറിയപ്പെടാനാണ് ഭാര്യയുടെ ഗതികേട്. ഇത് കണ്ടപ്പോൾ നമ്മളും പറഞ്ഞു മിസിസ് മേനോൻ. മേനോന്റെ ഭാര്യയുടെ പേരെന്താ കാർത്യായനി. പക്ഷെ ആർക്കും അറിയില്ലായിരുന്നു അത്. പക്ഷെ ഭാരതം പറഞ്ഞത് സീതാരാമൻ എന്നാണ്, ഉമാമഹേശ്വരൻ എന്നാണ്, ലക്ഷ്മി നാരായണൻ എന്നാണ്. അതുകൊണ്ട് ത്വയാ ഹിന്ദു ഭൂമി സുഖം വർദ്ധിതോഹം, നീ ഞങ്ങളെ സുഖമായി വളർത്തി. മഹാമംഗലേ പുണ്യഭൂമി പുതർത്തെ, മഹാമംഗലയായ ലോകത്തിനെല്ലാം നന്മകൾ മാത്രം പ്രദാനം ചെയ്യുന്ന വസുദൈവ കുടുംബം ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിക്കുന്ന, സർവേ ഭവന്തു സുഖിന എന്ന് പ്രാർത്ഥിക്കുന്ന, ആ മംഗളങ്ങൾ മാത്രം പ്രാർത്ഥിക്കുന്ന മഹാമംഗലയായ പുണ്യഭൂമി പുതർത്തെ നിനക്കാൽ പദസ്വേഷത്തായോ എന്റെ ഈ ശരീരം പതിച്ചു കൊള്ളട്ടെ. വീണ്ടും വീണ്ടും ഞാൻ എന്റെ അമ്മയെ നമസ്കരിക്കുന്നു. കഴിഞ്ഞ 7 പതിറ്റാണ്ടായിട്ട് ഭാരതമാതാവിന് വേണ്ടി തന്റെ ശരീരം പതിപ്പിച്ച ഒരു മഹാത്മാവാണ് ഇവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിരിക്കുന്നത് എന്നുകൂടി അറിയുമ്പോഴാണ് ഈ ആശയത്തിൽ എത്രത്തോളം പ്രസക്തിയുണ്ട് ഈ കാലഘട്ടത്തിൽ നാം ചിന്തിക്കേണ്ടത്. ഫസൽഗഫൂറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ 100 കൊല്ലമായിട്ടും എന്തുകൊണ്ട് RSS പിളരുന്നില്ല? അതിന്റെ ഭാവാത്മകമായ കാഴ്ചപ്പാടാണ് അതിന്റെ കാരണം. എന്റെ രാഷ്ട്രം എനിക്ക് എന്റെ അമ്മയാണ്. ഈ അമ്മയ്ക്ക് വേണ്ടി ജീവിക്കുവാനും ആവശ്യമെങ്കിൽ മരിക്കുവാനും ഞാൻ തയ്യാറാണ്. അങ്ങനെ തയ്യാറുള്ള ഒരു വില്ലേജ് ഓഫീസിലെ പ്യൂണുണ്ടാകണം. ആ ജില്ലക്ക് ഒരു കളക്ടർ ഉണ്ടാകണം. അവരിലെല്ലാം ഒരു തഹസിൽദാർക്ക്, വില്ലേജ് ഓഫീസർക്ക്, വില്ലേജ് ഓഫീസിലെ സകല സ്റ്റാഫിന് എവിടെ ചെന്നാലും ഈ മണ്ണന്റെ അമ്മയാണെന്ന ബോധമുള്ളവർ ഈ സമാജത്തിന്റെ സമസ്ത മേഖലയിലും ഉണ്ടാകുമ്പോഴാണ് NGO സംഘ് ഈ രാജ്യത്തിന്റെ പരമവൈഭവത്തിലേക്ക് രാഷ്ട്രത്തെ ഉയർത്തുവാനുള്ള അനേകം പില്ലറുകളിൽ ഒന്നായിട്ട് തീരുന്നത്. അങ്ങനെയെങ്കിൽ 5 ഗുണങ്ങളോടൊത്ത വ്യക്തികളെ ഉണ്ടാക്കണമെന്ന് പരംപൂജനീയ ഡോക്ടർ ജി പറഞ്ഞു. അതിൽ ഒന്നാമത്തേത് അജയ്യാഞ്ച വിശ്വസ്യ ദേഹീശ ശക്തി. ആർക്കും തോൽപ്പിക്കുവാൻ കഴിയാത്ത അത്രയും കരുത്തുള്ള ശക്തി പ്രഭോ എനിക്ക് നൽകൂ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലയോ സർവശക്തനായ പരമേശ്വര, ഞങ്ങൾക്ക് ശക്തി വേണം. ഏത് ശക്തിയാണ്? ഭാരതത്തിന്റെ ശക്തിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് പാകിസ്ഥാന്റെ മേലെ ചുമ്മാ കൊണ്ടുപോയിട്ട് ബോംബിടുന്ന ശക്തിയല്ല. അത് ചൈനയെയും അഫ്ഗാനിസ്ഥാനെയും ഉപദ്രവിക്കുന്ന ശക്തിയല്ല. എന്നാൽ ഇങ്ങോട്ട് വന്ന 88 മണിക്കൂർ കൊണ്ട് പാകിസ്ഥാന്റെ 11 വ്യോമസേനാ താവളങ്ങളെയും 9 ഭീകര കേന്ദ്രങ്ങളെയും പൊടിച്ച് നിലംപരിശാക്കി കൊടുക്കുവാൻ കഴിയുന്ന ആ ശക്തിയുടെ പേരാണ് അജയ്യാഞ്ച വിശ്വസ്യ ദേഹീശ ശക്തി. ആർക്കും തോൽപ്പിക്കുവാൻ കഴിയാത്ത ഒരു കരുത്ത് ശക്തി എനിക്ക് നൽകൂ. ശക്തിയാണ് ജീവിതം, ദുർബലത മരണമാണ്. വിവേകാനന്ദ സ്വാമികളുടെ ഭാഷയിൽ പറഞ്ഞാൽ സ്ട്രെങ്ത് ഈസ് ലൈഫ്, വീക്ക്നെസ് ഈസ് ഡെത്ത്. നിരന്തരം അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നു. ഒരു സ്വയം സേവകന്റെ ഒന്നാമത്തെ ഗുണം ശക്തിയാണ്. വ്യക്തിശക്തിയും സമാജശക്തിയും ഒപ്പം രാഷ്ട്രശക്തിയുമെങ്കിൽ രണ്ടാമത്തേത് സുശീലം ജഗദ്ഭേദ മന്ത്രം ഭവേ. ഈ ലോകം മുഴുവൻ നിന്റെ മുന്നിൽ തല കുമ്പിട്ട് നിൽക്കണം. നിന്റെ ശീലം കൊണ്ട്, നിന്റെ വിനയം കൊണ്ട്, നിന്റെ പെരുമാറ്റം കൊണ്ട്. ഫലങ്ങൾ കൂടുന്തോറും മരങ്ങളുടെ തല കുനിച്ചുകൊണ്ടേ ഇരിക്കപ്പെടുന്നു എന്ന് പറഞ്ഞതുപോലെ അധികാരവും അറിവും ശേഷിയും കൂടുമ്പോൾ വിനയം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. സുശീലം ഏറ്റവും നല്ല ശീലം. മൂന്നാമത്തേത് സുഖം ശൈവയത് കണ്ഠകാകീർണ മാർഗം. ഇത് കല്ലും മുള്ളും നിറഞ്ഞ മാർഗമാണ്. ഹൈന്ദവ സമൂഹത്തിനിടയിൽ പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടി വരും.
ഈ പ്രതിസന്ധികളെല്ലാം കടന്നു പോകുവാനുള്ള തെളിഞ്ഞ ബുദ്ധിയെ എനിക്ക് നൽകൂ എന്ന് പ്രാർത്ഥിക്കുന്നു. അതാണ് സുഖമെങ്കിൽ. നാലാമത്തേതാണ് വീരവ്രതം, നിശ്ചയദാർഢ്യം. ആ നിശ്ചയദാർഢ്യത്തിന്റെ പ്രതീകത്തെ കുറിച്ച് നേരത്തെ രാജാക്കൻ സൂചിപ്പിച്ചു. 2 കാലുകളും വെട്ടി മാറ്റപ്പെട്ട സദാനന്ദൻ മാസ്റ്റർ ഇന്ന് രാജ്യസഭ MP ആയി അദ്ദേഹം മാറിയെങ്കിൽ അതിന്റെ പേരാണ് RSS പറയുന്ന വീരവ്രതം. ഇതുവരേക്ക് എന്റെ നാഡീ ഞരമ്പുകൾ ഹൃദയരക്ത തുടിപ്പേറ്റ് പാടുമോ, അതുവരേക്ക് പ്രളയം വരികിലും വെടിയുമില്ല ഞാൻ ഈ വഴിത്താരെ. അനുഗമിച്ചവരെന്നെ വെടിഞ്ഞിടാം, അരുമയുള്ളവർ പോലും ഒഴിച്ചിടാം, ഒടുവിലേകനായി തീർന്നിടാമെങ്കിലും വെടിയുമില്ല ഞാൻ ഈ വഴിത്താരെ. അത് ഓക്കെ വാസുമാഷ് പോയാലും സന്ദീപ് വാര്യർ പോയാലും നമുക്ക് ഒരുപോലെ തന്നെ. കാരണം എത്ര കാലം ഇവർ മുന്നിലും പിന്നിലും ഉണ്ടാകും എന്ന് കരുതിയിട്ട് ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായതല്ല നമ്മൾ. പൂവിട്ടു വാഴ്ത്തി അനുകൂലികളാദരിക്കാം, ശൂലത്തിലെത്തി എതിരാളികൾ നിഗ്രഹിക്കാം, ഒന്നിച്ചു പോന്നവരിടച്ചു മടങ്ങിയേക്കാം, നന്നെന്ന് വാഴ്ത്തിയവർ നാളെ മറിച്ചു ചൊല്ലാം എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാം NGO സംഘം, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ എല്ലാം ഭാഗമായി തീർന്നിരിക്കുന്നത്. ആ പ്രതിസന്ധിയെ കടന്നു പോകുവാനുള്ള കാര്യത്തിന്റെ നിശ്ചയദാർഢ്യത്തിന്റെ പേര് കൂടിയാണ് വീരവ്രതം എന്ന 4ാമത്തെ ഗുണമെങ്കിൽ 5ാമത്തേതാണ് ധ്യേയനിഷ്ഠ, ലക്ഷ്യബോധം. എന്താണ് എന്റെ ലക്ഷ്യം? ആദരണീയനായ നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നു, 2047 ആകുമ്പോൾ സ്വാതന്ത്ര്യത്തിന്റെ 100ാം വാർഷികം ആചരിക്കുമ്പോൾ ഈ ലോകത്തിലെ നമ്പർ 1 സാമ്പത്തിക ശക്തി എന്റെ ഭാരതമായിരിക്കണമെന്ന കാഴ്ചപ്പാടിന്റെ പേരാണ് ധ്യേയനിഷ്ഠ, ലക്ഷ്യബോധം. ഓരോ ഭാരതീയരും ഈ ഒരു കാഴ്ചപ്പാടിന് വേണ്ടി പ്രവർത്തിക്കുന്നു എങ്കിൽ നമ്മുടെ രാഷ്ട്രം വലിപ്പത്തിൽ 7ാം സ്ഥാനത്തും ജനസംഖ്യയിൽ 1ാം സ്ഥാനത്തുമാണ്. ട്രംപ് നമ്മളെ പേടിപ്പിക്കുക. നമ്മളെല്ലാവരും കൂടി ഒന്ന് തീരുമാനിക്കണം. കോൾഗേറ്റും ക്ലോസറ്റും പെപ്സോഡന്റും ട്രംപിന്റേതാണ്. ITC എന്നാണ് ഇവിടെ പേര്, ഇന്ത്യൻ ടൊബാക്കോ കമ്പനി. അതിന്റെ ആക്ച്വൽ നെയിം ATC എന്നാണ്, അമേരിക്കൻ ടൊബാക്കോ കമ്പനിയാണ്. നാളെ മുതൽ 143 കോടി ജനങ്ങൾ ഭാരതീയർ കോൾഗേറ്റും ക്ലോസറ്റും പെപ്സോഡന്റും ഹാർപ്പിക്കയുടെ ടോയ്ലറ്റ് ക്ലീനറും ആശീർവാദിന്റെ ആട്ടയും ഉപയോഗിക്കുന്നില്ല എന്ന് തീരുമാനിച്ചാൽ ട്രംപ് നമ്മളെ തേടി വരും. ഈ ബോധം ഭാരതീയന് കുറഞ്ഞുപോയി എന്നതുകൊണ്ടാണ് ട്രംപ് നമ്മളെ ഭീഷണിപ്പെടുത്തുന്നത്. 2ാം ലോക മഹായുദ്ധ സമയത്ത് ജപ്പാനിൽ ചെന്ന് ബോംബിട്ടു അമേരിക്ക. ഹിരോഷിമയിലും നാഗസാക്കിയിലും നിന്നിടത്ത് വെച്ച് 1.25 കോടിയോ 1.25 ലക്ഷത്തോളം ജനങ്ങൾ വെണ്ണീറായി പോയി. പക്ഷെ അവിടെ ഇങ്ങോട്ട് അമേരിക്കയുടെ ഒരു മൊട്ട് സൂചി ജപ്പാൻ ചെലവാവില്ല. ലോകത്ത് പല കരാറുകളുമുണ്ട്, കരാറുകളിലൊക്കെ ഇന്ത്യയും ഭാഗമാവാം. പക്ഷെ ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ രാവിലെ ഉപയോഗിക്കുന്ന പേസ്റ്റ് ഏത്, സോപ്പ് ഏത്, ഞാൻ ഉപയോഗിക്കുന്ന വസ്ത്രം ഏത്, ഇങ്ങനെ തീരുമാനിക്കുന്ന അവകാശം നമുക്കില്ലേ? അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു മേക്കിംഗ് ഇന്ത്യ. ഈ കഴിഞ്ഞ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന സമിതിയിൽ വത്സേകൻ, പ്രിയപ്പെട്ട വത്സൻ തില്ലങ്കേരി മനോഹരമായ ഒരു ആശയം പറഞ്ഞു. 3 ടൈപ്പ് ആളുകൾ ഇപ്പൊ നമ്മുടെ ചുറ്റുമുണ്ട്. ഒന്നാമത് മേക്കിംഗ് ഇന്ത്യയുടെ ആളുകൾ. നമ്മൾ ഈ രാജ്യം വികസിച്ചുകൊണ്ടേയിരിക്കണം, എന്റെ രാഷ്ട്രം വൈഭവത്തിലേക്ക് പോകണം എന്ന് ചിന്തിക്കുന്ന നമ്മളെങ്കിൽ 2ാമത്തെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അത് ബ്രേക്കിംഗ് ഇന്ത്യ. 1 ഇഞ്ച് പോലും മുന്നോട്ട് പോയത് ചവിട്ടി പിടിച്ചിരിക്കുകയാണ്. 1 ഇഞ്ച് പോലും ഈ രാഷ്ട്രം മുന്നോട്ട് പോകരുത് എന്ന് ചിന്തിക്കുന്ന ബ്രേക്കിംഗ് ഇന്ത്യയുടെ ആളുകളിൽ 3ാമത്തെ ഒരു വിഭാഗമുണ്ട്, അത് ലുക്കിംഗ് ഇന്ത്യ. അവർ നോക്കിക്കാണുക എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളത്. നമുക്ക് ലുക്കിംഗ് ഇന്ത്യയെ കൂടി മേക്കിംഗ് ഇന്ത്യയുടെ ഭാഗമാക്കിയാൽ ബ്രേക്കിംഗ് ഇന്ത്യ തകർന്നു പോകുമെന്ന ഒരു ആശയം അദ്ദേഹം മുന്നോട്ട് വെച്ചു. നമ്മുടെ നാടിന്റെ ഉപ്പും ചോറും നിന്നിട്ട് പാകിസ്ഥാന് വേണ്ടി പണിയെടുക്കുന്ന എത്ര പേര് ഇവിടെയുണ്ട്? ചൈനയ്ക്ക് വേണ്ടി നിരന്തരം നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്ന എത്ര പേര് ഇവിടെയുണ്ട്? ഭാരത് മാതാക്ക് ജയ് എന്ന് ബിനോയ് വിശ്വം വിളിച്ചു കൊടുക്കുന്ന ഞാൻ കണ്ടത് ഭാരതമാതാവിനെ പൂജിച്ചുകൊണ്ട് ബഹുമാനായ ഗവർണർ അല്പം പുഷ്പം അർപ്പിച്ചപ്പോഴാണ്. അതുവരെ അദ്ദേഹത്തിന് ഭാരതം മാതാവുമായിരുന്നില്ല, പിതാവുമായിരുന്നില്ല. അമ്പലം എന്നത് ചുമരിലല്ലേ, വിഗ്രഹം എന്നത് കല്ലല്ലേ എന്ന് വിളിച്ച സഭാക്കൾ അമ്പല കമ്മിറ്റിയുടെ പ്രസിഡന്റാകുമ്പോൾ ഓടി നടക്കുന്നില്ലേ? നാളെ നമ്മുടെ ലക്ഷ്യം ഇതേ കൊടിയും പിടിച്ചുകൊണ്ട് ബിനോയ് വിശ്വത്തെ നടത്തിക്കുക എന്നത് കൂടിയായിരിക്കണം. ഭൂമിയുടെ ആകർഷണ വലയത്തിൽ നിന്നും വസ്തുക്കൾ ഒഴിഞ്ഞു നിൽക്കുവാൻ സാധ്യമല്ല എന്നതുപോലെ ഹിന്ദുത്വത്തിന്റെ ആകർഷണ വലയത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും സാധ്യമല്ല. അമ്പലം ചുമരാണ്, വിഗ്രഹം കല്ലാണെന്ന് പറഞ്ഞപ്പോൾ അമ്പലങ്ങൾ മുഴുവൻ കാടുകയറി മുടിഞ്ഞല്ലോ.
എല്ലാ ക്ഷേത്രങ്ങളും കാലുകേറി മുടിഞ്ഞപ്പോൾ അവിടത്തേക്ക് കടന്നു ചെന്നു 960-70 കാലഘട്ടത്തിൽ ഒരു പറ്റം യുവാക്കൾ, അവർക്കൊരു പേരുണ്ടായിരുന്നു, RSSകാര്, സ്വയം സേവകന്മാർ. അന്ന് കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു, അന്തിക്കമ്പല മുറ്റത്ത് 6 അടി മുളവടി കുറുവടി ഏന്തി കവാത്ത് ചെയ്യും RSS എന്ന് നോക്കൂ. എന്റെ വിശ്വാസം ക്ഷേത്ര വിശ്വാസമാണ്. ക്ഷേത്രങ്ങളില്ലാത്ത ഭാരതത്തിൽ ഒരു ഗ്രാമത്തെ കാണിക്കാൻ കഴിയില്ല. ക്ഷേത്ര, ക്ഷയത്തിൽ നിന്നും നാശത്തിൽ നിന്നും എന്നെ രക്ഷിക്കുന്ന ഭഗവതിയും ഭഗവാന്മാരും കാട് കേറി മുടിഞ്ഞതോടുകൂടി ഹിന്ദുവിന്റെ ദുരിതങ്ങൾ വർദ്ധിച്ച ദുരിതത്തിന്റെ കാരണം എന്ത്? നമ്മുടെ വിശ്വാസപ്രകാരം നമ്മുടെ കൺമുന്നിൽ വെച്ചൊരു ക്ഷേത്രം ജീർണിച്ചു പോയാൽ 7 തലമുറ അതിന്റെ പാപം അനുഭവിക്കേണ്ടി വരും. നമ്മുടെ കൺമുന്നിൽ നമ്മൾ കാരണം ഒരു ക്ഷേത്രം സമുദ്ധരിക്കപ്പെട്ട 7 തലമുറ അതിന്റെ പുണ്യമുണ്ട്. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് ആശയം അമ്പലം എന്നത് ചുമരല്ലേ, വിഗ്രഹം എന്നത് കല്ലല്ലേ, ഗുരുവായൂർ അമ്പലം പൊളിച്ച് അവിടെ കട്ട വെച്ചാൽ അത്രയും അന്ധവിശ്വാസങ്ങൾ തീരും, അല്ലയോ ഹിന്ദു നീ എന്തൊരു വേദങ്ങൾ പരന്നു ചിതലുണ്ടോ എന്നറിയാനോ എന്ന് പറഞ്ഞ ആശയങ്ങളെല്ലാം ഹിന്ദുക്കൾക്ക് മുകളിൽ കമ്മ്യൂണിസ്റ്റുകാരൻ ഭക്ഷിച്ചപ്പോൾ ഹിന്ദുക്കൾ അത് സീരിയസ് ആയിട്ട് എടുത്തു. പക്ഷെ അന്ന് മുസ്ലിങ്ങളുടെ ക്രിസ്ത്യാനികളുടെ വിശ്വാസത്തെ തോട്ട് കളിക്കുവാൻ കമ്മ്യൂണിസ്റ്റുകാരന് കഴിവില്ല. സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന രസകരമായ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. പട്ടിയെ 2 തരത്തിൽ വളർത്താം. ഒന്ന് പുറത്തു കെട്ടി വളർത്താം. ഭക്ഷണമൊക്കെ അവിടെയാണ്. നല്ല കാവൽക്കാരനായി കുരച്ചുകൊണ്ട് യജമാനെയും വീടിനെയും കാത്തുകൊണ്ട് അവൻ അവിടെ ഉണ്ടാകും. അതാണ് ഒന്നാമത്തെ വളർത്തൽ രീതിയെങ്കിൽ പട്ടിയെ 2ാം തരത്തിൽ വളർത്താം. വീട്ടിന്റെ ഉള്ളിൽ അവൻ സോഫാ സെറ്റിൽ മൂത്രമൊഴിച്ചു വെക്കുന്നു. അവനെല്ലാം കടിച്ചു പറിക്കുന്നു. നമ്മുടെ ബെഡ്റൂമിലേക്ക് കയറി വരും. നമ്മുടെ കിടക്കയിൽ അവൻ കിടന്നുറങ്ങുന്നു. വീട്ടിന്റെ ഉള്ളിൽ ദുർഗന്ധമുണ്ടാകുന്നു. ഹിന്ദുക്കൾ കമ്മ്യൂണിസത്തെ വളർത്തിയത് പട്ടിയെ വീട്ടിന്റെ ഉള്ളിൽ വളർത്തിയതുപോലെയാണ്. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസത്തെ വളർത്തിയത് പുറത്തെ അവിടെ കെട്ടിവെച്ച പട്ടിയെ പോലെയാണ്. അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിരന്തരം ശബ്ദിച്ചുകൊണ്ടേയിരിക്കും. ഒരു കാര്യത്തിലും മതപരമായ കാര്യങ്ങൾ ഇടപെടില്ല. പക്ഷേ ശബരിമല തകർക്കുവാൻ പിണറായി വിജയൻ ടീം ഉണ്ടാവും. അകത്ത് വളർത്തിയ പട്ടിയെ പോലെ. സരസ്വതി ദേവി വരച്ചാൽ ഉടുതുണിയില്ല, ഭാരതമാതാവിനെ വരയ്ക്കുമ്പോൾ ഉടുതുണിയില്ല. 5 വയസ്സുള്ള ഒരു കുട്ടി കുറച്ച് വെള്ളമെടുത്ത് തന്നെ പഠിപ്പിച്ച അധ്യാപകന്റെ പാദങ്ങളിൽ ഒരു പൂജ നടത്തിയ കുട്ടികളെ കൊണ്ട് അധ്യാപകന്റെ കാലിൽ എഴുതിക്കുന്നു. ഗുശബ്ദം നിരോധിത. ഗു എന്നാൽ അന്ധകാരം, അന്ധകാരത്തെ നിരോധിക്കുന്നത് പ്രകാശം. ഗുരു എന്ന വാക്കിന്റെ അർത്ഥം പ്രകാശം. ആ അറിവാകുന്ന പ്രകാശത്തെ പ്രദാനം ചെയ്യുന്ന ഗുരുനാഥന്റെ പാദങ്ങളെ തൊട്ട് വന്ദിച്ച അതിന്റെ പേരിൽ ഹിന്ദുവിന്റെ പാരമ്പര്യമായ സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള ഗുരുവന്ദനത്തെ വ്യാസപൂർണിമയെ അടക്കം ചോദ്യം ചെയ്യുന്നു ഇവിടെയെങ്കിൽ ആ തിരിച്ചറിവ് കമ്മ്യൂണിസ്റ്റ് സമാജത്തിന് കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണ്. അമ്പലം ചുമരാണ്, വിഗ്രഹം കല്ലാണെന്ന മുദ്രാവാക്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പോയില്ല. അവരാ മുദ്രാവാക്യം ഉപേക്ഷിച്ചു. ഇപ്പൊ ഒരു മത്സരമാണ്, ഞങ്ങളുടെ നാട്ടിലൊക്കെ മത്സരമാണ് അയ്യപ്പൻ വിളക്ക് നടത്താൻ. മത്സരമാണ് അമ്പല കമ്മിറ്റിയുടെ പ്രസിഡന്റോ സെക്രട്ടറി ആകാൻ. ഇത് പറയുന്ന കാരണം നമ്മൾ അമ്പല കമ്മിറ്റിയുടെ പ്രസിഡന്റായില്ലെങ്കിൽ RSSകാരൻ കയറുന്നതാണ്. നോക്കൂ, RSSകാരൻ കയറാതിരിക്കുവാൻ ഞാൻ അമ്പല കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആകും നല്ലത്. അമ്പലം RSSന്റേതല്ല, അമ്പലം NGO സംഘിന്റേതല്ല, അമ്പലം വിശ്വാസിയുടേതാണ്. ആ വിശ്വാസിയാണ് അതിനെ പരിപാലിക്കേണ്ടത്. ആ വിശ്വാസിയുടെ പേര് RSS എന്നല്ല. ഇവിടെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും BJPയിലും ഈ പറയുന്ന എല്ലാ സമുദായത്തിലും പ്രവർത്തിക്കുന്ന ആളുകളിൽ ബഹുഭൂരിപക്ഷവും വിശ്വാസികളാണ്. ആ വിശ്വാസികളാണ് ക്ഷേത്രങ്ങളെ കാക്കേണ്ടതെന്ന് അറിയുമ്പോൾ ഈ വർത്തമാന കാല കേരളം ഒത്തിരി പ്രതിസന്ധികളെ, എനിക്ക് അരമണിക്കൂറാണ് അനുവദിച്ചു തന്ന സമയം, ആ പരിമിതിയിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ ഒത്തിരി വിഷയങ്ങൾ, ഹിന്ദു വിരുദ്ധ വിഷയങ്ങൾക്ക് പാത്രീഭൂതമായി കൊണ്ടിരിക്കുന്ന ഒരു മണ്ണാണ് നമ്മുടെ കേരളം. നമ്മുടെ കേരളത്തിന് ഒരു സവിശേഷതയുണ്ട്. ഈ കേരളത്തിന്റെ ജനസംഖ്യയിൽ പാതിയാണ് ഹിന്ദു. 30% മുസ്ലിം സഹോദരങ്ങളും 20% ക്രൈസ്തവ സഹോദരങ്ങളും. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എത്രയുണ്ടോ അത്ര മാത്രമേ ഹിന്ദുവും കേരളത്തിലുള്ളൂ. പക്ഷെ ഹിന്ദുക്കൾ ഇപ്പൊ ചിന്തിക്കുന്നത് നിർബന്ധിത മതപരിവർത്തന നിരോധിത നിയമം കൊണ്ടുവരണം. ഇത് പറയുന്നത് ക്രിസ്ത്യാനികളാണോ? ഇത് പറയുന്നത് മുസ്ലിങ്ങളാണോ? അല്ല. ജനസംഖ്യയിൽ 6% ക്രിസ്ത്യാനികൾ പറയുന്നു അങ്ങനെ ഒരു നിയമത്തിന്റെ ആവശ്യമില്ല. 80% ഹിന്ദു പറയുന്നു അങ്ങനെ ഒരു നിയമം ആവശ്യമുണ്ടെന്ന്. ഇതെന്ത് വിരോധാഭാസമാണ്? ലോകത്തിലെ എല്ലാ രാജ്യത്തും ഭൂരിപക്ഷം ജനതയാണ് പറയുന്നത്, അല്ലെങ്കിൽ ഭൂരിപക്ഷം ജനതയ്ക്ക് നേരെ നോക്കിയിട്ട് അവർക്ക് ന്യൂനപക്ഷം പറയുന്നു ഞങ്ങളുടെ മതം മാറ്റല്ലേ എന്ന്. പക്ഷേ 6%
ക്രൈസ്തവ സഹോദരങ്ങളിലെ ചെറിയൊരു ശതമാനം മതപരിവർത്തന ലോബിയെ കണ്ടിട്ട് 80% ഹിന്ദു പറയുകയാണ് ഛത്തീസ്ഗഡിലും ഗുജറാത്തിലും രാജസ്ഥാനൊക്കെ എന്ത് വേണം, നിർബന്ധിത മതപരിവർത്തന നിരോധിത നിയമം വേണമെന്ന്. ഇല്ലെങ്കിൽ ഇവർ ഞങ്ങളെ മതം മാറ്റി കളയും. എന്തുകൊണ്ട്? നമ്മുടെ വിശാലത, നമ്മുടെ വിശാലമായ കാഴ്ചപ്പാട്, ഈ കാഴ്ചപ്പാട് നമുക്ക് ഒത്തിരി ഗുണം ചെയ്തു, അതുപോലെ തന്നെ അപകടവും ചെയ്തു. മറഞ്ഞു മഹത്തായ ഗാന്ധാരദേശം, മറഞ്ഞു മഹോദാര ബ്രഹ്മപ്രദേശം, മുറിഞ്ഞു വീണു മനോരമ്യലങ്ക, മഹാദേവിനിൻ കാലിലെ പൊൻചിലങ്ക. കവി പാടിയിട്ടുണ്ട്. ഗാന്ധാരദേശം താലിബാൻ അഫ്ഗാനിസ്ഥാനാണ്, ബംഗാളദേശം ഇന്നത്തെ ബംഗ്ലാദേശ്, എല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. പാഞ്ചാലദേശം ഇന്നത്തെ പാകിസ്ഥാൻ, ബ്രഹ്മപ്രദേശം ഇന്നത്തെ മ്യാൻമാർ, കുബേറിന്റെ സാമ്രാജ്യമായിരുന്നു ശ്രീലങ്ക, എല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു. 66 ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററുകൾ വ്യാപിച്ചു കിടന്ന എന്റെ ഭാരതം നമ്മൾ അതിഥികളായി സ്വീകരിച്ച് ഹൃദയത്തോട് ചേർത്ത് വെച്ച് മാലിക് കൂട്ടരും ഇസ്ലാമതുമായി വന്നപ്പോ കൊടുങ്ങല്ലൂരിലടക്കം പള്ളി ഉണ്ടാക്കി കൊടുത്ത ഹിന്ദുവിന്റെ കൂടെ ജീവിക്കുവാൻ സാധ്യമല്ലെന്ന് പറഞ്ഞപ്പോൾ മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവിന്റെയും കൺമുന്നിൽ വെച്ച് ഭാരതമാതാവിനെ മതത്തിന്റെ പേരിൽ വെട്ടിമുറിച്ച് ഇസ്ലാമിക പാകിസ്ഥാനും മതേതര ഇന്ത്യയും ഉണ്ടായ ദിവസത്തിന്റെ പേര് കൂടിയാണ് ഓഗസ്റ്റ് 15 എന്ന കാര്യം മനസ്സിൽ വച്ചേക്കണം, മറന്നു പോകരുത്. മറഞ്ഞു മഹത്തായ ഗാന്ധാരദേശം, മറഞ്ഞു മഹോദാര ബ്രഹ്മപ്രദേശം, മുറിഞ്ഞു വീണു മനോരമ്യലങ്ക, മഹാദേവിനിൻ കാവിലെ പൊൻചിലങ്ക. നഷ്ടപ്പാടിന്റെ നഷ്ടത്തിന്റെ ചരിത്രം കഴിഞ്ഞ ഒരു സഹസ്രാബ്ദത്തെ പരിശോധിക്കുമ്പോൾ 66 ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്ന എന്റെ ഭാരതത്തിന്റെ ഇന്നത്തെ വലിപ്പം, മോദിജി ഭരിക്കുന്ന ഇന്ത്യയുടെ വലിപ്പം 36 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ എവിടെ പോയി? 30 ലക്ഷം എവിടെ പോയി? വെട്ടി മുറിച്ചു കൊണ്ടുപോയി. ഇന്നും അവർ വെട്ടിമുറിക്കുവാൻ വേണ്ടി വ്യഗ്രത കൂട്ടുന്ന ഒരു വർത്തമാന കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ NGO സംഘിന്, നമ്മുടെ മുഴുവൻ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക്, സാമാന്യ മനുഷ്യന്, സാമാന്യ ഹിന്ദുവിന്, സാമാന്യ ക്രിസ്ത്യാനിയുടെ ഉള്ളിലൊരു ബോധമുണ്ടാകണം. ഞാൻ ജനിച്ചത് ഇവിടെയാണ്, ഞാൻ ജീവിക്കുന്നത് ഇവിടെയാണ്, ഞാൻ മരിച്ചാൽ ചേരുന്നത് ഈ മണ്ണിലാണ്, ഈ മണ്ണിന്റെ അമ്മയാണ്. ഈ മണ്ണിന്റെ പാരമ്പര്യത്തെ, സംസ്കാരത്തെ, പൈതൃകത്തെ സംരക്ഷിക്കുവാനുള്ള ബാധ്യത എന്റേതാണെന്ന തിരിച്ചറിവ് എപ്പോൾ എല്ലാ പൗർണവും ഉണ്ടാകുന്നുവോ അപ്പോൾ അവരെല്ലാം വിളിക്കുന്ന പേരാണ് സ്വയം സേവകൻ. നിർഭാഗ്യവശാൽ ഇക്കഴിഞ്ഞ 65 വർഷക്കാലമായിട്ട് കേരളത്തിന്റെ ഭരണപക്ഷത്തോ പ്രതിപക്ഷത്തോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രഖ്യാപിത നയങ്ങൾ എന്ന് പറയുന്നത് ഹിന്ദു വിരുദ്ധമാണ്. അവരിന്നും ഹിന്ദുവിനെ അവഹേളിക്കുന്നു, നിന്ദിക്കുന്നു. വർത്തമാന കേരളത്തിൽ പുതിയ രൂപത്തിലും ഭാവത്തിലുമാണ്. ഇപ്പൊ ഡോക്ടർ ശ്യാംകുമാർ എന്ന് പറയുന്ന ഒരു ബുദ്ധിജീവി ഇറങ്ങിയിട്ടുണ്ട്. രാമായണ മാസമാണിത്. കർക്കിടകത്തെ രാമായണ മാസമായിട്ട് ഹിന്ദുക്കൾ ആചരിക്കാൻ തുടങ്ങിയത് 82 മുതലാണ്. ഇപ്പൊ കർക്കിടകത്തിലെ രാമായണം വായിക്കാൻ പാടുന്നു, അല്ല ചിങ്ങത്തിലും കന്നിയിലൊക്കെ വായിക്കാം. പക്ഷെ ഗതികേട് കൊണ്ട് നമ്മുടെ ആചാര്യന്മാർക്ക് പറയേണ്ടതുകൊണ്ട് പ്ലീസ് കർക്കിടകത്തിലെങ്കിലും ഒന്ന് വായിക്കും. ഇത് കഴിഞ്ഞ ഹിന്ദുക്കൾ ഇത് കഴിഞ്ഞപ്പോൾ ഇത് കൂട്ടിക്കെട്ടി പൂജാമുറിയിൽ വെച്ചു. ഹിന്ദുക്കൾ ഇത് പതുക്കെ ഏറ്റെടുക്കാൻ തുടങ്ങി. കർക്കിടകത്തെ രാമായണ മാസമായിട്ട് ആചരിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ വിശ്വാസികളാണോ ഒപ്പം അന്ധവിശ്വാസികളാണ്. അപ്പൊ പറഞ്ഞു ഇതിൽ 6ാമത്തെ കാണ്ഡം വായിക്കരുത്. 6ാമത്തെ കാണ്ഡം യുദ്ധമാണ്. യുദ്ധകാണ്ഡം വായിച്ചാലോ വീട്ടിൽ യുദ്ധം. അപ്പൊ നമ്മൾ ഒരു കാണ്ഡം ഒഴിവാക്കി. ഉത്തരകാണ്ഡം വായിക്കരുത്. എന്താ ഒരു സംഘം ഉണ്ടാവും. അങ്ങനെ ഒരു 5 കാണ്ഡത്തിന് ബാക്കിയുണ്ടല്ലോ. ഇതെങ്കിലും വായിക്കാതെ എന്ന് കരുതി സമാധാനിക്കുമ്പോഴാണ് അടുത്ത നമ്പർ വരുന്നത്. ഏതാണ്? സായം സന്ധ്യയിൽ രാമായണം വായിക്കുന്നത്. വായിച്ചാൽ ഹനുമാൻ സ്വാമി പറഞ്ഞു. പിന്നെ നമ്മൾ ഹനുമാൻ സ്വാമിയെ പണക്കണ്ട എന്ന് കരുതി നമ്മളിത് വായിക്കാതെയായി. പ്രിയമുള്ളവരെ, ഹിന്ദു അവന്റെ സത്വബോധത്തെ തിരിച്ചറിയുവാൻ തുടങ്ങുന്നു എന്ന് അറിയുന്ന വേളയിൽ ഇങ്ങനെയുള്ള മരീചന്മാർ മാനിന്റെ രൂപത്തിൽ വന്നുകൊണ്ടേയും അതെല്ലാ കാലഘട്ടത്തിലും ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ജാതീയ ഉച്ചനീചത്വങ്ങളെ വീണ്ടും പറയുകയാണ് സുൽഫി ഇളയടന്മാരും ശ്യാംകുമാരന്മാരും. ശ്യാംകുമാർ പറയുകയാണ്, നിങ്ങൾ എന്തിനാ രാമായണം വായിക്കുന്നത്? ബാലകാണ്ഡത്തിലെ 4 വാക്കുകളാണ് അദ്ദേഹം ശ്ലോകങ്ങളാണ് ഉച്ചരിക്കുന്നത്.
കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ കരമാരുണാംബുജലീനപാംസു സഞ്ചയം മമ ചേതോദർപ്പണത്തിന്റെ മാലിന്യമെല്ലാം നീക്കി ശോധന ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേ. ഫലകാണ്ഡത്തിൽ ബ്രാഹ്മണന്മാരുടെ ചരണത്തെ പൂജിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് ശ്രേയസ് കിട്ടും എന്ന് പറയുമ്പോൾ ശ്യാംകുമാർ പറയുകയാണ്, ബ്രാഹ്മണന്റെ പാദപൂജക്ക് പറയുന്ന ഗ്രന്ഥമാണ് രാമായണം. ഇത് ഞങ്ങൾ ദളിതർ വായിച്ചിരുന്നില്ല. അയാളെ പിടിച്ച് ജയിലടക്കേണ്ട വാക്കാ ദളിതൻ എന്ന പദപ്രയോഗം കോടതി നിരോധിച്ചതാണ്. ദളിതൻ എന്ന സംസ്കൃത വാക്കിന്റെ അർത്ഥം പഠിച്ചവനെന്നാണ്. വീണുപോയവൻ അവിടെ കിടക്കരുത്, അവനെ കൈപിടിച്ചുയർത്ത് ഉണർത്തിക്കൊണ്ടുവരണം. പിന്നെ ദളിതൻ എന്നുകൊണ്ട് ശ്യാംകുമാർ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ പുലയപ്പറയപ്പാണ സമൂഹത്തിൽപ്പെട്ട ആദിവാസി സമൂഹത്തിൽപ്പെട്ട ആളാണെങ്കിൽ താങ്കൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. അത് ഹിന്ദു പുലയനാണ്, അത് ഹിന്ദു പറയനാണ്, ഹിന്ദു നായരാണ്, ഹിന്ദു ഈഴവനാണ്. റിലീജിയൻ എന്ന കോളത്തിൽ ഹിന്ദു എന്ന് പൂരിപ്പിച്ച് കാസ്റ്റ് എന്ന ഭാഗത്താണ് നമ്മളിത് പൂരിപ്പിച്ചിരിക്കുന്നത്. ഈ ജാതീയ വിശ്വാസങ്ങളെല്ലാം ഒരു സുപ്രഭാതത്തിൽ ഇല്ലാതാക്കാൻ കഴിയില്ല. നമ്മൾ ആരും ജാതിക്കെതിരുമില്ല. ജാതീയ ഉച്ച നീചത്വങ്ങൾക്കാണ് നമ്മളെതിരെ. കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നു ഞങ്ങൾക്ക് ജാതിയില്ല. പക്ഷെ ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്, പി ഗോവിന്ദ പിള്ളയാണ്, ശിവദാസ മേമനാണ്, ഏറമ്പായ കൃഷ്ണൻ എന്ന് പറയുന്ന ഏതാണെന്ന് അറിയാമോ, ഇ കെ നായനാരാണ്. ജാതിരഹിത സമൂഹം എന്ന് പറഞ്ഞൊരു പരിപാടി ഞങ്ങളുടെ തൊട്ടടുത്ത വില്ലേജിൽ ഉണ്ടായിരുന്നു. ഉദ്ഘാടനം ചെയ്യാൻ വന്നതാരെന്ന് പറയണ്ടേ എസ് രാമചന്ദ്രൻ പിള്ള. ജാതിരഹിത സമൂഹം ഉദ്ഘാടനം ചെയ്യാൻ വന്നത് പിള്ള. ഞങ്ങൾക്ക് ജാതിയില്ലെന്ന് പറയുമ്പോഴും ജാതിയുടെ വാല് ഉപേക്ഷിക്കുവാൻ കഴിഞ്ഞിട്ടില്ല ഇ എം എസിന്, നായനാർക്ക്, ഗോവിന്ദ പിള്ളയ്ക്ക്. അതുകൊണ്ട് ജാതീയത ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ എതിർക്കുന്ന എന്തിനെയാണ്? തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവരായിട്ട് ഈ വൈക്കം ശിവക്ഷേത്രത്തിന്റെ അരികിലെ റോഡിലൂടെ നടക്കുവാൻ പോലും ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലാത്ത ഒരു കാലഘട്ടം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സഹോദരങ്ങൾ സമരം ചെയ്ത ഒരു കാലഘട്ടത്തിൽ ആ തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ ഇല്ലാതാക്കുവാൻ വേണ്ടി ആര് മുന്നോട്ട് വന്നു? ഒരു കമ്മ്യൂണിസ്റ്റുകാരനല്ല. 24 വൈക്കം സത്യാഗ്രഹം, 31 ഗുരുവായൂർ സത്യാഗ്രഹം, 36 ക്ഷേത്രപ്രവേശന വിളംബരം, 39 പിണറായിലെ പാർട്ടി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായത്. ആരാണ് ഈ തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ പരിഹരിച്ചത്? നമ്മുടെ ശില്പിയിലൂടെ നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു പഴയ 100 കൊല്ലം മുമ്പുള്ള ജാതീയത. പ്രിയമുള്ളവരെ, അന്ന് അമേരിക്കയിൽ അടിമ കച്ചവടം ഉണ്ടായിരുന്നു, അന്ന് അറേബ്യയിൽ അടിമ കച്ചവടം ഉണ്ടായിരുന്നു. 10 കൊല്ലം മുമ്പ് ഒരു സിറിയൻ തെരുവോരങ്ങളിൽ ഇസ്ലാമിക തീവ്രവാദികൾ യസീദി പെൺകുട്ടികളെ അടിമകളാക്കി പിടിച്ച് ചങ്ങലക്കിട്ട് ലേലം വിളിച്ച് വിറ്റതിന്റെ ചരിത്രം യൂട്യൂബിൽ കാണാം. 10 കൊല്ലം മുമ്പ് വരെ. 100 കൊല്ലം മുമ്പ് അമേരിക്കയിൽ അടിമ കച്ചവടം ഉണ്ടായിരുന്നു. അന്ന് ഇവിടെ തൊട്ടുകൂടായ്മ ഉണ്ടായിരുന്നു, ജാതീയത ഉണ്ടായിരുന്നു, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ള അവസ്ഥയുണ്ടായിരുന്നു. കൊടുങ്ങല്ലൂർ വന്നിറങ്ങിയ വിവേകാനന്ദ സ്വാമികളുടെ കുതിരവണ്ടി തെളിക്കുന്നത് ഒരു ക്രിസ്ത്യാനിയാണ്. ക്രിസ്ത്യാനി മനോഹരമായിട്ട് ശ്രീകൃഷ്ണന്റെ ഭജന പാടുന്നു. ഈ ഭജന കേട്ടപ്പോ ചോദിച്ചു, എന്റെ പ്രിയപ്പെട്ട ക്രിസ്ത്യാനി എവിടുന്ന് പഠിച്ചു ഇത്? അപ്പോൾ അയാൾ പറഞ്ഞു, എന്റെ പൊന്നു സ്വാമി, ഞാൻ 2 കൊല്ലം മുമ്പ് വരെ ഒരു പുലയിലായിരുന്നു. അന്നീ നമ്പൂതിരിയെ കാണുമ്പോൾ ഞാൻ ഓടിക്കണം. ഞാൻ മാമോദിസം മുക്കി ക്രിസ്ത്യാനിയായപ്പോൾ ഇതേ നമ്പൂതിരി ആ വീട്ടിലെ കാര്യസ്ഥനാക്കിയെന്നേ. തൊട്ടുകൂടാത്തവൻ, തീണ്ടിക്കൂടാത്തവൻ മതം മാറി ക്രിസ്ത്യാനിയോ മുസ്ലിമോ ആയാൽ അവന് വേണ്ടി കേരളത്തിലെ എല്ലാ നമ്പൂതിരി മനകളുടെയും വാതിലുകൾ തുറക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു, കേരളം ഒരു ഭ്രാന്താലയമാണ്. ഈ ഭ്രാന്താലയത്തിൽ നിന്നും തീർത്ഥാലയത്തിലേക്ക് കേരളത്തെ കൊണ്ടുവരുവാൻ വേണ്ടി ആചാര്യന്മാരുടെ ഒരു പരമ്പര തന്നെ പിന്നീട് അങ്ങോട്ട് അവതരിച്ചു. ശ്രീനാരായണ ഗുരുദേവൻ, ചട്ടമ്പി സ്വാമി തിരുവടികൾ, മഹാത്മാ അയ്യങ്കാളി, മന്നത്ത് പത്മനാഭൻ, ടി കെ മാധവൻ, പണ്ഡിറ്റ് നാശങ്കർ, കുമാരനാശാൻ, ഭോഗനയ്യപ്പൻ എന്നിയാൽ ഒടുങ്ങാത്ത നവോത്ഥാന നായകന്മാരും ആചാര്യന്മാരും ചേർന്ന് ഹിന്ദുവിന്റെ തൊട്ടുകൂടായ്മ, വേണ്ടിക്കൂടായ്മ അങ്ങോട്ട് പരിഹരിച്ചു. ഇന്ന് പുലയനും പറയലും നായർക്കും നമ്പൂതിരിക്കും ഒരു ശബരിമല, ഒരു ഗുരുവായൂർ, ഒരു വൈക്കം, ഒരു കടാമുഴ, ആലുവയിൽ ഒരു തന്ത്രവിദ്യാപീഠമുണ്ട്. സ്വർഗീയ മാധവജി സ്ഥാപിച്ച RSSന്റെ പ്രചാരകരെ സ്ഥാപിച്ച അവിടെ പുലയനും പറയലും അമ്പലത്തിലെ ശാന്തിക്കാരനാവാം. ബ്രാഹ്മണൻ എന്ന പേര് കേൾക്കുമ്പോൾ കിളിപോകുന്ന ശ്യാംകുമാർ ബ്രാഹ്മണനാരെന്ന് അറിയണം. സാത്വികസ്യ സത്വപ്രധാനസ്യ ബ്രാഹ്മണസ്യ ശമ ഇത്യാദീനി കർമാണി. ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിക്കുവാൻ കഴിയുള്ള ക്ഷമാശീലം, ബുദ്ധിശക്തിയുള്ള സത്വഗുണപ്രധാനിയായ മനുഷ്യന്റെ അച്ഛനാര് അമ്മയാരെന്ന് ചോദിക്കരുത്. APJ അബ്ദുൽ കലാം ഏറ്റവും നല്ല ബ്രാഹ്മണരിൽ ഒരാളാണെന്ന് അറിയണം.
ആരാണ് ക്ഷത്രിയൻ? വീരശൗര്യ പരാക്രമം വിധി ക്ഷത്രിയ ലക്ഷണം. ഒരു നല്ല ഭരണാധികാരി, ഒരു പട്ടാള ഓഫീസർ, പോലീസ് ഓഫീസർ ചോര കണ്ട് വിറക്കാത്തവ എപ്പോഴും ക്ഷത്രിയനായിരിക്കണം. വീരശൗര്യ പരാക്രമത്തിന്റെ പ്രതീകമാണ് നമ്മുടെ ഭരണാധികാരി സർക്കാർ നരേന്ദ്ര ദാമോദർ ദാസ് മോദിയാണ് രാഷ്ട്രവീര്യത്തിന്റെ പരമമായ ഉദാഹരണം. ശ്രീരാമചന്ദ്ര മഹാദേവൻ അച്ഛന്റെ വാക്ക് പാലിക്കാൻ 14 കൊല്ലം കാട്ടിൽ പോയ ശ്രീരാമചന്ദ്രൻ ശൂർപ്പണഖനെ മോപ്പിച്ചെത്തിയ വിഷയമായിട്ട് ചോദിക്കാൻ വന്ന 14,000 രാക്ഷസന്മാരെ, ഘർണടക്കമുള്ള രാക്ഷസന്മാരെ കൊന്നു തള്ളുവാൻ ഭഗവാന് വേണ്ടി വന്നത് കേവലം 72 മിനിറ്റായിരുന്നു എന്നറിയാം. അതാണ് ക്ഷത്രിയനെങ്കിൽ കൃഷി, ഗോരക്ഷ, വാണിജ്യം, ഇതി വൈശ്യലക്ഷണം. നല്ല കച്ചവടക്കാരൻ. നമ്മുടെ MA യൂസഫ് അലി ലുലു ഗ്രൂപ്പിന്റെ ചെയർമാൻ നല്ലൊരു വൈശ്യന. ആരാശൂദ്രൻ? ബുദ്ധി ഉപയോഗിച്ച് പണിയെടുക്കാൻ പറ്റവൻ, സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് പണിയെടുക്കാത്തവൻ. നേതാവ് പറഞ്ഞാൽ കത്താനെടുക്കുന്ന പണിയെടുക്കുന്നവൻ, കാല് വെട്ടാൻ പറഞ്ഞാൽ കാല് വെട്ടുന്നവൻ, കഴുത്ത് വെട്ടാൻ പറഞ്ഞാൽ കഴുത്ത് വെട്ടുന്നവൻ. 52 വെട്ടുകൾ വെട്ടിയിട്ട് TP ചന്ദ്രശേഖരനെ ഇങ്ങനെ തറച്ചുകൊണ്ടിരിക്കുമ്പോൾ തറിക്കുന്ന ആൾക്ക് അറിയില്ലായിരുന്നു എന്തിനാണ് ഞാൻ ഇയാളെ കൊല്ലുന്നത് എന്ന്. നേതാവ് പറഞ്ഞാൽ എന്തും ചെയ്യുന്ന ബുദ്ധി ഉപയോഗിക്കാത്തവന്റെ പേരാണ് ശൂദ്രൻ. ഇത് ജാതിയില്ല. ചാതുർവർണ്ണ്യം മയാസൃഷ്ടം ഗുണകർമ്മ വിഭാഗസഹ എന്ന് ഗീതയിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. 4 വർണ്ണങ്ങൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഗുണത്തിന്റെയും കർമ്മത്തിന്റെയും അടിസ്ഥാനത്തിൽ. ജന്മം കൊണ്ടല്ല ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. കർമ്മം കൊണ്ടും ഗുണം കൊണ്ടുമാണെന്ന് പറഞ്ഞ അത്യന്തം ശാസ്ത്രീയമായ ചാതുർവർണ്ണ വ്യവസ്ഥിതിയെ ഞാൻ തിരിച്ചു വന്നാൽ ഗൗതമ പറയുക അപകടമായിരിക്കുന്നു. സനാതന ധർമ്മം വളരെ അപകടകരമാണ്. ഹിന്ദുക്കൾ നല്ലതാണ്, പക്ഷെ സനാതന ധർമ്മം ചാതുർവർണ്ണമാണ്, അത് അപകടമാണ്. നമ്മുടെ മുഖ്യമന്ത്രി ഒരു ശ്ലോകത്തിന്റെ 3ാമത്തെ വരി കണ്ടെത്തി അദ്ദേഹം വലിയ ശാസ്ത്രകാരനായിരിക്കുകയാണ്. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് ഹിന്ദുക്കളെ പറയും. അദ്ദേഹം 3ാം വരി അദ്ദേഹം കണ്ടെത്തി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉപദേശം എഴുതി കൊടുത്തു. ഗോ ബ്രാഹ്മണേഭ്യാ ശുഭമസ്തു നിത്യം ലോക സമസ്ത സുഖിനോ ഭവന്തു. അദ്ദേഹം പറയുക പബ്ലിക്കായിട്ട്, പശുവിനും ബ്രാഹ്മണനും സുഖമുണ്ടായാൽ ലോകത്തിന് സുഖമുണ്ടാവും. അപ്പൊ ഞങ്ങൾക്കൊന്നും സുഖം വേണ്ടേ? ഒരു ശ്ലോകം 4 വരികളാണ്. അതിന്റെ ആദ്യത്തെ 2 വരികൾ വിട്ടുകളഞ്ഞു ബോധപൂർവം നമ്മുടെ മുഖ്യമന്ത്രി. പച്ചക്ക് കളവ് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു മുഖ്യമന്ത്രി തന്നെ. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷ ഗോ ബ്രാഹ്മണേഭ്യാ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു. സ്വസ്തി, എവിടെയും ശാന്തി. പ്രജാഭ്യാം പരിപാലയന്താം, പ്രതികൾ പരിപാലിക്കപ്പെടട്ടെ. ന്യായേന മാർഗേണ, ന്യായത്തിന്റെ മാർഗത്തിൽ. ആരാൽ? മഹിം മഹീഷ, ഭൂമി ഭരിക്കുന്ന രാജാക്കന്മാർ ന്യായത്തിന്റെ മാർഗത്തിൽ രാജ്യം ഭരിച്ചാൽ എല്ലാവർക്കും സമാധാനം. കാർഷികതയുടെ പര്യായമായ ഗോക്കൾക്കും ബുദ്ധിശാലികളായ ശാസ്ത്രകാരന്മാരും ഗുരുക്കന്മാരുമായ ബ്രാഹ്മണർക്കും ശാന്തി ഉണ്ടായാൽ എല്ലായിടത്തും ലോക സമസ്ത സുഖിനോ ഭവന്തു, സമസ്ത ലോകവും സുഖത്തിൽ ജീവിക്കും എന്ന് പറഞ്ഞ ആ ധർമ്മത്തിന്റെ പേരാണ് സനാതനം. സനാതനം എന്ന വാക്കിന്റെ അർത്ഥം ഒരിക്കലും നശിക്കാത്തത് എന്നുള്ളത് കൂടിയാണ്. ആ സനാതന ധർമ്മത്തിന്റെ ഇടയിലേക്കാണ് വേദനും കാതനും കയറി കളിക്കുന്നത്. നമ്മുടെ മക്കളെ വെച്ചുകൊണ്ട് പരീക്ഷിക്കുകയാണ്. സനാതനം ധർമ്മപാഠശാല എന്ന് പറയുന്ന ഞങ്ങളുടെ ഓർഗനൈസേഷനിൽ ഞങ്ങൾ കഴിഞ്ഞ 5 മാസം മുമ്പ് ഒരു കാര്യം തീരുമാനിച്ചു. എവിടെ ചെന്ന് നോക്കിയാലും ക്ഷേത്രങ്ങളിൽ രാമായണം വായിക്കുന്നത് 60, 70, 90 വയസ്സുള്ള ആളാണ്. പ്രായമുള്ള ആളുകൾക്ക് വായിക്കാൻ വേണ്ടി മാത്രം വാൽമീകി മഹർഷിയും തുഞ്ചത്ത് രാമാചരിത്രത്തിൽ രചിച്ചതാണോ രാമായണം? അല്ല, കുട്ടികൾ വായിച്ചാൽ കുഴപ്പമുണ്ടാവും. 2500 കുട്ടികളെ പഠിപ്പിക്കാൻ 78 ടീച്ചേഴ്സിനെ റെഡിയാക്കി. 2500 കുട്ടികളോട് ജോയിൻ ചെയ്തു. 1000 കുട്ടികൾ പതുക്കെ ഉണ്ടായി. ഈ കുട്ടികളെല്ലാം ഒരുമിച്ച് കൊണ്ടുവന്ന് രാമായണം വായിപ്പിച്ചാൽ എന്താണെന്ന് ആലോചിക്കുക. മറ്റന്നാൾ ഓഗസ്റ്റ് 10-ാം തീയതി പാലാരിവട്ടത്ത് വെച്ച് 1000 വിദ്യാർത്ഥികളുടെ രാമായണ പാരായണം നടക്കുകയാണ്. ഒരു മുതിർന്നവരും വായിക്കുന്നു. 10 വയസ്സ് മുതൽ അങ്ങോട്ട് പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒന്നിച്ചു വന്നുകൊണ്ട് നമ്മുടെ മക്കളെ വേദന്റെ കാതന്റെ കയ്യിലേക്ക് എറിഞ്ഞു കൊടുക്കരുത്. നമ്മുടെ ഹിന്ദു കുട്ടികളെ ഒരിക്കലും നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഒരു അഖില ഹാദിയായി എന്നതുകൊണ്ട് നമ്മുടെ എല്ലാ കുട്ടികളും ലവ് ജിഹാദ് എന്ന ട്രാക്കിൽ പെടുന്നവരല്ല. നമ്മുടെ കുട്ടികൾക്ക് അപാരമായ സിദ്ധിയുണ്ട്, അപാരമായ കാര്യശേഷിയുണ്ട്. അവർക്കുള്ളിലേക്ക് രാമനെയും കൃഷ്ണനെയും കടത്തിവിടുവാൻ നമ്മൾ വിജയിച്ചാൽ ആത്മഹത്യയിൽ 95% ഹിന്ദുവാണ്. 100 പേർ ആത്മഹത്യ ചെയ്യുമ്പോൾ 95 ഹിന്ദു, 4 ക്രിസ്ത്യാനി, 1 മുസ്ലിം. എന്റെ കണക്കല്ല, സർക്കാരിന്റെ കണക്കാണ്. ഈ ആത്മഹത്യയുടെ കാരണം പട്ടിണിയും ദാരിദ്ര്യമാണ്. നമ്മളോട് പെന്തക്കോസ്റ്റ് പാർട്ടികൾ ഹിന്ദുവിനെ മതം മാറ്റി പറയുന്ന ന്യായമുണ്ട്. പട്ടിണി കിടക്കുന്ന ഹിന്ദുവിന് നിങ്ങൾ അരിയും കടലയും ഗോതമ്പും പഞ്ചസാരയും കൊടുക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ കൊണ്ടുപോയി കൊടുത്തത്. അതിനുശേഷം ഞങ്ങൾ അവർക്ക് കൊന്തയും കൊടുത്തു എന്ന്. എങ്കിൽ പട്ടിണി കിടക്കുന്ന ഒരു മുസൽമാന്റെ വീട് ഞാൻ കാണിച്ചു തരാം, ഒന്ന് ചെല്ലുമോ?
പൊന്നാനിയിലും താനൂരിൽ നിന്ന് ഞങ്ങളുടെ എല്ലാം നാട്ടിലേക്ക് എല്ലാ ദിവസവും മാഹി, തലശ്ശേരി, നാദാപുരം ഭാഗങ്ങളിൽ ആയിരക്കണക്കിന് മുസ്ലിം സ്ത്രീകൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി പട്ടിണി കിടക്കുന്ന മുസ്ലിം സ്ത്രീകൾ ഈ കടപ്പുറങ്ങളിൽ നിന്ന് ഭിക്ഷാടനത്തിന് വരാറുണ്ട്. ഞങ്ങളുടെ എല്ലാം കടയിൽ കൊണ്ടിട്ട് കയ്യിലിട്ടാറുണ്ട്, കയ്യിൽ കിട്ടുന്ന കൊടുക്കാറുണ്ട്. പക്ഷെ നിങ്ങൾ 100 കോടി കൊടുക്കാമെന്ന് പറഞ്ഞാലും മതം മാറില്ല. പ്രിയമുള്ളവരെ, മതം മാറ്റത്തിന്റെ കാരണം പട്ടിണിയും ദാരിദ്ര്യവുമല്ല. അങ്ങനെയെങ്കിൽ പട്ടിണി കിടക്കുന്ന മുസൽമാൻ മതം മാറി ക്രിസ്ത്യാനിയാകേണ്ടതാണ്. മതം മാറ്റത്തിന്റെ കാരണം മതബോധത്തിന്റെ അഭാവമാണ്. 4ാമത്തെ വയസ്സ് മുതൽ മുസ്ലിം കുട്ടിക്കും ക്രിസ്ത്യൻ കുട്ടിക്കും കൃത്യമായി മതം കിട്ടുന്നു. ഈ മതം, ഈ ധർമ്മം, രാമൻ, കൃഷ്ണൻ നമ്മുടെ മക്കൾക്ക് കിട്ടാത്തതുകൊണ്ടാണ് വേദനും കാതന്മാരും അവരെ ഭീതിച്ചെടുക്കുന്നത്. ഞാൻ പാവനല്ല, പറയനല്ല, പുലയനല്ല, നീ തമ്പുരാനുമല്ലെന്ന് പറഞ്ഞ് പച്ചത്തെറിയും വിളിച്ചുകൊണ്ട് നമ്മുടെ ഹിന്ദു മക്കൾക്കിടയിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുമ്പോൾ, നമ്മുടെ മക്കളെ മയക്കുമരുന്നിന്റെ, മദ്യത്തിന്റെ, MDMA ലോകത്തേക്ക് ആനയിക്കുമ്പോൾ അതരുതെന്ന് പറയുവാൻ നമുക്കതിന്റെ ശേഷി ഉണ്ടാകണം. അതുകൊണ്ട് തന്നെയാണ് ഈ സനാതന ധർമ്മം സഹസ്രാബ്ദങ്ങളായി ഗ്രീക്കും റോമും ഈജിപ്തും മെസൊപ്പൊട്ടേമിയയും ബാബിലോണിയൻ സംസ്കാരങ്ങളെല്ലാം തന്നെ ചരിത്രത്തിന്റെ താളുകളിലേക്ക് വലിച്ചെറിയപ്പെട്ടിട്ടും നക്ഷത്രങ്ങളിൽ ജീവനുണ്ടോ എന്നറിയാകാഞ്ഞിട്ടും നക്ഷത്രങ്ങളിൽ വസിക്കുന്നവരെ നിങ്ങൾക്ക് പോലും ശാന്തി ഉണ്ടാകട്ടെ എന്ന പ്രപഞ്ചത്തിനും അതീതമായി കാഴ്ചപ്പാട് വെച്ചു പുലർത്തിയ എന്റെ ധർമ്മം വസുദൈവ കുടുംബം എന്ന് പറഞ്ഞ ലോകത്തെ പാപികളെന്നും കാഫറുകളെന്നും ദൈവത്തിന്റെ അടിമകളെന്നും വിളിക്കാതെ ഉള്ളന്തോ വിശ്വമായം അമൃതസ്യ പുത്രായം അഭിസംബോധന ചെയ്ത ആ മഹത്തായ സനാതന ധർമ്മത്തെ അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യുവാൻ കാലമേൽപ്പിച്ച നിയോഗം എന്നിലും നിങ്ങളിലുമാണ്. NGO എന്ന് പറയുന്ന ഈ മഹത്തായ പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് രാഷ്ട്രത്തിന്റെയും ധർമ്മത്തിന്റെയും സംസ്കാരത്തിന്റെയും നിലനിൽപ്പും അതിനെ സംരക്ഷിച്ചുകൊണ്ട് അടുത്ത തലമുറയിലേക്ക് കൈമാറുവാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. വന്ദേ മാതരം.